ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജെ കളക്ഷൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു മാലയുടെ ഡിസൈനുമായിട്ടാണ്. അതിനാദ്യം തന്നെ ഞാൻ ചെയിൻ ഇതേ ലെങ്ത്തിലായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. ആ ചെയിനിൻ്റെ നമ്മൾ ബാക്കി കട്ട് ചെയ്ത് മാറ്റി എന്നിട്ട് സെൻറ്റർ പൊസിഷനിൽ ലോക്കറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ എസ് ഹുക്ക് എടുത്തിട്ടുണ്ട്. എസ് ഹുക്ക് 2 ടൈപ്പ് ഉണ്ട്. ഇത് നല്ല ക്വാളിറ്റിയുള്ള എസ് ഹുക്കാണ് ഞാൻ ഇട്ടേക്കുന്നത്. അപ്പം നമ്മൾ സെൻറ്റർ പോർഷൻ മാത്രം അറിയാൻ വേണ്ടി ഞാൻ 8 mm ലോക്ക് ഇട്ടിട്ടുണ്ട് ഓൾറെഡി. ഇതേപോലെ തന്നെയാണ് നമ്മൾ വാക്കിങ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ ഫ്യൂസാണ് യൂസ് ചെയ്യുന്നത്. 2 സൈഡായിട്ട് പോർഷൻസ് നമുക്ക് നടുക്ക് മുറിച്ചിട്ടെടുക്കാം. അത് കഴിഞ്ഞ് ഞാൻ യൂസ് ചെയ്യുന്നത് 6 mm ബീഡ്സാണ്. നടുക്ക് മാത്രമാണ് ഒരെണ്ണം 8 mm ഇട്ടേക്കുന്നത്. ഇതേപോലെ ബീഡ്സ് കയറ്റാം നമുക്ക്. അപ്പോൾ ഷുഗർ ബീഡ്സ് വേണം എന്നുള്ളവർ ഷുഗർ ബീഡ്സ് ഇടുക. ഷുഗർ ബീഡ്സ് വേണ്ടെങ്കിൽ അത് ഒഴിവാക്കാനും പറ്റും. കാരണം ഹോളിൽ കൂടെ നമ്മുടെ ഫ്യൂസ് ഊരി പോരത്തില്ല കേട്ടോ. ഇത് ഞാനിപ്പം 4 ലെറ്റർ വിട്ടിട്ടാണ് ഞാൻ ഇതേപോലെ ലോക്കിന് പോകുന്നത് 8 mm. അപ്പം 4 എണ്ണം ഗ്യാപ്പ് വിട്ട് നമുക്ക് ഇതിങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൽ ഞാൻ മുകളിൽ ക്യാപ്പ് ഇട്ടിട്ടില്ല. ക്യാപ്പ് ഇടാതെ ഇതേപോലെ ഫ്യൂസിൻ്റെ ഇത് വെച്ച് തന്നെ ചുറ്റി ഒരു ക്യാപ്പ് പോലെ ആക്കിയെടുക്കുകയാണ്. അതല്ല എങ്കിൽ ഇതേപോലെ ഞാൻ ക്യാപ്പ് ഇട്ടാണ് അടുത്തത് ഫുള്ള് ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി 2 മോഡലും നിങ്ങൾക്ക് ചെയ്യാം. വില കുറച്ചും ചെയ്യാം, അതേപോലെ നല്ല ഡിസൈനിൽ നല്ല ഫിനിഷിങ്ങോട് കൂടിയും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മൾ ഇതേപോലെ ചുറ്റി കൊടുത്ത് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫ്യൂസ് മുറിച്ച് കളയാൻ പറ്റില്ല. ഇങ്ങനെ ചുറ്റി കംപ്ലീറ്റ് ഫിനിഷ് ആവുന്ന പോലെ ചെയ്യുക. അതല്ല എങ്കിൽ അടുത്ത ഞാൻ ചെയ്യുന്ന മോഡൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കാണാം. അതിൽ ഞാൻ ക്യാപ്പ് ഒരെണ്ണം ഇട്ടിട്ട് 2 ചുറ്റിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് അത് ശ്രദ്ധിച്ചാൽ തന്നെ അറിയാൻ പറ്റും. പിന്നെ ഷുഗർ ബീഡ്സ് ഇടണം നിർബന്ധമില്ല. ഞാൻ ഇട്ടു എന്നേ ഉള്ളൂ. അപ്പം ഇതേപോലെ നമ്മൾ 4 ഗ്യാപ്പിൽ ചെയിനിൽ അടുത്ത സ്ഥലത്ത് കൊളുത്തി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഇവിടെ ക്യാപ്പും എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ മെറ്റീരിയൽസ് ഒക്കെ അവൈലബിൾ ആണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. വീണ്ടും ഇതേപോലെ ഉണ്ടാക്കുന്ന നല്ല നല്ല വീഡിയോസുമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇതേപോലെ ക്യാപ്പ് ഇട്ടിട്ട് 4 ഇത് വിട്ടിട്ട് നമുക്കത് ഒന്നും കൂടെ കയറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്കിത് 1-2 ചുറ്റിയാൽ മതി. കൂടുതൽ ഫ്യൂസ് തള്ളി നിൽക്കുന്ന പോലെ വേണ്ട. അപ്പോൾ ഒന്ന് ചുറ്റിയിട്ട് നമുക്കത് ലോക്കായതിനു ശേഷം കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. അപ്പം നമ്മുടെ കയ്യിൽ വന്നിട്ട് 8 mm തന്നെ 7 വെറൈറ്റീസാണ് ഉള്ളത്. അപ്പം നിങ്ങൾക്ക് ഇതിലേത് വെച്ച് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. കാരണം 6 mm ബീഡ്സും അതിൻ്റെ അവൈലബിൾ ആണ്. ഡാൽ വന്നിട്ട് ഡാർക്ക് പിങ്ക്, അതേപോലെ വൈറ്റ്, സ്കൈ ബ്ലൂ, വയലറ്റ്, ഒരു ഗോൾഡൻ കളറ്, ഗ്രീനും പിന്നെ ലൈറ്റ് പിങ്ക് ആണ് വരുന്നത്. ഇത്രയും കളേഴ്സ് 6 mm നമ്മുടെ കയ്യിൽ 27ഓളം വെറൈറ്റീസ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതിൽ സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം നമ്മൾ ഫുള്ളി ഫിനിഷ് ചെയ്തു മാല. നല്ല ഭംഗിയല്ലേ കാണാൻ. ഇത് നമ്മൾ താഴേക്ക് വെക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. നമ്മൾ കഴുത്തേലേക്ക് തൂക്കിയിടുമ്പോൾ ഇതിങ്ങനെ ചെരിഞ്ഞ് ഹാങ് ആയി കിടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്കിലേക്ക് വരുമ്പോൾ നല്ല ഭംഗിയാണ്. ഇത് കളർ ചേഞ്ചൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ നമുക്ക് എല്ലാ കളറിൻ്റെയും കൂടെ പോകുന്ന ഒരു കളറാണ് ഗോൾഡനിൽ വരുമ്പോൾ. ഇതിൻ്റെ ഫൈനൽ ഇതെന്ന് പറയുമ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് കാണാം. ഇത് വേണേൽ ഷുഗർ ബീഡ്സ് ഒഴിവാക്കാം, അല്ലെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ഒരു ഫോട്ടോ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഇരിക്കുക എന്ന്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ, താങ്ക് യു.